സലഫി പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എന്തു പറയുന്നു? ഷെയ്ഖ് ഇബ്നു ബാസിന്റെ സൈറ്റിൽ പോയാൽ ഇവിടെ ഫൈസൽ മുസ്ലിയാരോട് ചോദിച്ചതുപോലുള്ള ഒരു ചോദ്യം ഇബ്നു ബാസിനോട് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുകയാണ്. മാ ഹുക്മൻ മാത മുശ്രികൻ ബില്ലാഹി വലാകിന്നഹു ലം യഅരിഫ് ഖുതൂറത ദാലികൽ അംർ. അള്ളാഹുവിൽ ശിർക്ക് വെക്കുന്നവനായി മരിച്ചുപോയ ഒരാളുടെ വിധി എന്താണ്? അങ്ങനെ ഒരാൾ മരിച്ചുപോയി. ഇവിടെ ഫൈസൽ മുസ്ലിയാരോട് ചോദിച്ചതുപോലെ ആ മരിച്ച ആൾക്ക് ഇക്കാര്യത്തിന്റെ, അതായത് ശിർക്കിന്റെ അപകടത്തെക്കുറിച്ച് അറിയുമായിരുന്നില്ല. സെയിം ചോദ്യം. ഈ അറിവില്ലായ്മ എന്ന് പറയുന്നത് അയാളുടെ മാത്രമല്ല, വഹുവ മിൻ ജഹ്ലി അഹ്ലിൽ ഖുറാ ഫീ ദാലികൽ വഖ്ത്, അക്കാലഘട്ടത്തിലെ ആ ഗ്രാമക്കാരുടെ വിവരമില്ലായ്മയിൽപ്പെട്ടതായിരുന്നു ഇക്കാര്യം. നോക്കണോ, അപ്പൊ ആ നാട്ടിൽ തന്നെ ഈ ഒരു ജഹാലത്തുണ്ട്. അത്തരം നാട്ടിൽ ജീവിച്ച ശിർക്കിൽ ചെയ്ത് മരിച്ചുപോയ ആളുടെ വിധി എന്താണ്? ശിർക്ക് എന്ന് പറയുന്നത് വൻപാപങ്ങളിൽപ്പെട്ടതാണ് എന്ന് ആ നാട്ടുകാർക്ക് അറിയുമായിരുന്നില്ല. ഈ ഒരവസ്ഥയിലാണ് ഇയാൾ മരിച്ചുപോയത്. അതുകൊണ്ട് എന്റെ ചോദ്യം, ഹൽ യജിബു അലൈന അൻ നദ്ഉ ലഹും ബിർറഹ്മതി വൽ മഗ്ഫിറ, അവർക്ക് വേണ്ടി കാരുണ്യത്തിനും മഗ്ഫിറത്തിനും വേണ്ടി പ്രാർത്ഥിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണോ? അതായത് ബാക്കിയുള്ള ആളുകൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടൽ നിർബന്ധമാണോ? അതുപോലെ തന്നെ ഹജ്ജും ഉംറയും നിർവഹിക്കലും നിർബന്ധമാണോ? അവർക്ക് വേണ്ടി ഹജ്ജും ഉംറയും നിർവഹിക്കുക, അങ്ങനെ വല്ലതും ഞങ്ങൾ ചെയ്താൽ ഈ അമല് കൊണ്ട് അവർക്ക് ഉപകാരം ലഭിക്കുമോ? അതുകൊണ്ട് ഷെയ്ഖ് നിങ്ങൾ ഒന്ന് വിശദമായി ഈ വിഷയത്തിൽ മറുപടി നൽകണം. ഫൈസൽ മുസ്ലിയാരോട് ചോദിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കൽ നിർബന്ധമാണോ എന്നാണ് ഇവിടെ ചോദ്യം. ഫൈസൽ മുസ്ലിയാർ ചോദിച്ചത് പ്രാർത്ഥിക്കാമോ എന്നാണ്. ഫൈസൽ മുസ്ലിയാരുടെ മറുപടി പ്രാർത്ഥിക്കണം എന്നാണ്. ഇനി ഇബ്നു ബാസിന്റെ മറുപടി വിശദമായ മറുപടിയാണ്. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം വായിക്കാം. ശിർക്ക് എന്ന് പറയുന്നത് പാപങ്ങളിൽ വെച്ച് ഏറ്റവും ഗുരുതരമായതാണ്, തിന്മകളിൽ വെച്ച് ഏറ്റവും മ്ലേച്ഛമായതാണ്. ഫമൻ മാത അലൈഹി, ആ ശിർക്കിൽ ഒരുത്തൻ മരിച്ചുപോയാൽ, ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം, മുശ്രിക്ക് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ ശേഷം വിശദമായി സംസാരിക്കുന്നുണ്ട്. മുശ്രിക്ക് അങ്ങനെ ചാപ്പകുത്ത ഒരു വ്യക്തി എന്നല്ല. വമൻ മാത അലൈഹി, ശിർക്കിലായി മരിച്ചുപോയ ഒരുത്തൻ, അവനെക്കുറിച്ച് നിങ്ങൾ മുശ്രിക് എന്ന് ചാപ്പകുത്തി പേരിട്ടാലും ഒരു പ്രത്യേക കാറ്റഗറിയാക്കി, ജൂതൻ, ക്രിസ്ത്യാനി, ഹിന്ദു, ബുദ്ധൻ എന്നൊക്കെ പറയുന്നത് പോലെ മുശ്രിക്കുകൾ എന്നൊരു വർഗം, ആ വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാൻ പാടില്ലാത്തതുള്ളൂ എന്ന് ന്യായീകരിക്കുന്ന ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. വമൻ മാത അലൈഹി, മുശ്രിക്കിന് വേണ്ടി എന്നല്ല, ശിർക്കിൽ മരിച്ചുപോയ ഒരുത്തൻ ലൻ യുഗ്ഫറ ലഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല. അക്കൂട്ടർ ശാശ്വതരായി നരകത്തിന്റെ ആളുകളായിരിക്കും. അവർക്ക് വേണ്ടി ഹജ്ജോ നമസ്കാരമോ പ്രാർത്ഥനയോ സദഖയോ നടത്തപ്പെടാവതല്ല. അതിന് തെളിവെന്താ? സൂറത്ത് സുമറിലെ 65-ാമത്തെ ആയത്ത്. നീ നിനക്കും നിനക്ക് മുമ്പുള്ള ആളുകൾക്കും, അതായത് മുഹമ്മദ് നബിക്കും മുമ്പുള്ള പ്രവാചകന്മാർക്കുമെല്ലാം അള്ളാഹു വഹി നൽകിയിട്ടുള്ള സംഗതിയാണ് ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഇതറിയാത്തൊരു മുജാഹിദും ഉണ്ടാവില്ല. നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ, ഇവിടെ നീ എന്ന് പറഞ്ഞത് മുഹമ്മദ് നബിയെ കുറിച്ചല്ല, എല്ലാ നബിമാരോടും ഉള്ള സംബോധനയാണ്. അപ്പൊ ഏതൊരു നബിയോടും അള്ളാഹു നടത്തിയിട്ടുള്ള സംബോധനയാണ്. ആദമേ, നൂഹ, ഇദ്രീസെ, അങ്ങനെ തുടങ്ങി മുഹമ്മദേ, നീ ശിർക്ക് ചെയ്താൽ നിന്റെ അമല് ബാത്തിലായി പോവുക, പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. നീ നഷ്ടകാരികളിൽപ്പെട്ടവനായി തീരും. അപ്പൊ മുഹമ്മദ് നബി മുശ്രിക്കായാൽ എന്നല്ല, മുഹമ്മദ് നബി ശിർക്ക് ചെയ്താൽ, അപ്പൊ ശിർക്ക് ചെയ്യുക എന്ന പണി അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് നബി ചെയ്താൽ പോലും അമലുകൾ നിഷ്ഫലമായി പോവുകയും നഷ്ടകാരി, അതായത് നരകവാസികളിൽപ്പെട്ടവനായി തീരുകയും ചെയ്യും. അപ്പൊ ഇവിടെ ഷെയ്ഖ് പറഞ്ഞതിന് ഷെയ്ഖ് തെളിവ് പറയുന്നുണ്ട്. മുശ്രിക്ക് നിങ്ങൾ പേര് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ശരി, ശിർക്കോടുകൂടി മരിച്ചവന് വേണ്ടി ഇപ്പണികളൊന്നും ചെയ്യാൻ പാടില്ല. അതിന് തെളിവെന്താ? അള്ളാന്റെ ആയത്താണ്. ലഇൻ അശ്റക്ത, ലഇൻ കുന്ത മുശ്രിക്കന്നല്ല, നീ മുശ്രിക്കായി മാറിയാൽ എന്നല്ല, നീ ശിർക്ക് ചെയ്തവനാണെങ്കിൽ. അപ്പൊ ശിർക്ക് ചെയ്തവന് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. ശിർക്ക് ചെയ്തവന്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. പിന്നെ അവൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അവൻ നഷ്ടകാരിയാണ്. സൂറത്ത് സുമർ ഖുർആൻ ലേണിംഗ് ക്ലാസിന്റെ സിലബസിൽ ഉൾപ്പെടുത്തപ്പെട്ട അധ്യായമാണ് സൂറത്ത് സുമർ. കേനംകാർക്കും വിസ്തംകാർക്കും അതുപോലെ തന്നെ മർക്കസ് ദാവക്കാർക്കും എല്ലാവർക്കും വേറെ വേറെ ഖുർആൻ ലേണിംഗ് ക്ലാസുകളുണ്ട്. അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ കേനം ഒന്നായിരുന്ന കാലത്ത് ഇറക്കപ്പെട്ട QHLS-ന്റെ സിലബസിൽ വളരെ പ്രാധാന്യപൂർവ്വം പഠിപ്പിക്കുന്ന ഒരു സൂറത്താണ് സൂറത്ത് സുമർ. അപ്പൊ ഒരുപാട് മുജാഹിദീങ്ങൾ ഈ ആയത്ത് ഓതിയിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഇനി സൂറത്തുൽ അൻആമിലെ 88-ാമത്തെ ആയത്ത്, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഇതും സാധാരണക്കാരെ കുറിച്ച് പറഞ്ഞതല്ല. സൂറത്തു അൻആമിൽ 10-18ഓളം പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, അവരിലുള്ള മാതൃക വിശദീകരിച്ചതിന് ശേഷം അള്ളാഹു പറയാണ്, അവർ ശിർക്ക് ചെയ്താൽ, അവർ മുശ്രിക്കുകളായാൽ എന്നല്ല, അവർ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ, ആര്? ഈ പ്രവാചകന്മാർ
അതിപ്രാധാന്യത്തോടുകൂടി ഒരു ഖുർആൻ ആകെ പറയപ്പെട്ട ഈ 25ഓളം പ്രവാചകന്മാരാണ്. അതിൽ 18ഓളം ആളുകളുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ള പറയാണ്, അവർ ശിർക്ക് ചെയ്താൽ ലഹബിതാൻ ഹുമ്മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിക്കാറുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് ഒളിഞ്ഞു പോകും. അപ്പൊ എന്താ, നബിമാർ ശിർക്ക് ചെയ്താൽ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം, അവർ മുശ്രിക്കുകളായ പ്രത്യേക ഗ്രൂപ്പായാൽ എന്നല്ല, ആ ഗ്രൂപ്പിൽ അംഗങ്ങളായാലെന്നല്ല, ശിർക്ക് ചെയ്താൽ അമല് ഒളിഞ്ഞുപോയി. ഇനി മുശ്രിക്കുകളെ കുറിച്ച് അള്ളാഹു സൂറത്തുൽ ബഖറയിലെ 167-ാം ആയത്തിൽ, മുശ്രിക്കുകൾ എന്നാൽ ശിർക്ക് ചെയ്യുന്നവരെ കുറിച്ച് അപ്രകാരം അവരുടെ കർമ്മങ്ങളെ അവർക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കും. ഹസറാത്തിൻ അലൈഹിം, അവർക്കുള്ള സങ്കടങ്ങളായി അതിനെ കാണിച്ചു കൊടുക്കും. അവർ നരകത്തിൽ നിന്ന് പുറത്തു കടക്കുന്നവരുമല്ല. കാരണം എന്താ, നോമ്പുൽക്കുക, നിസ്കരിക്കുക, ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക, ദിക്ർ ചെല്ലുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ അമലുകളൊന്നും അവർക്ക് ഉപകാരപ്പെടില്ല. അതൊക്കെ അവർക്ക് സങ്കടമായി മാറും. അതൊക്കെ പൊളിഞ്ഞുപോയി. കിട്ടുമെന്ന് വിചാരിച്ചത് പോയി. എന്താ കാര്യം? ശിർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇബ്നു ബാസ് തന്റെ ഫത്വയിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് പിന്നെയും ചില കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം എങ്ങനെയൊക്കെ ശിർക്ക് വരും, കുഫ്ർ വരും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, മാദാമ മൈനൽ മുസ്ലിമീന ഖദ് സമിഅൽ ഖുർആൻ. എപ്പോഴാണ് ഒരു മുശ്രിക്കായി മാറുന്നത്? ഇത്തരം ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുക. ഇതൊരു അള്ളാഹുൽ പങ്കുചേർക്കൽ മാത്രമല്ല, ഇസ്ലാമിൽ നിർബന്ധമാണെന്ന് പ്രാഥമികമായി അറിയപ്പെട്ട ഒരു കാര്യം എത്താൻ നിഷേധിക്കുന്നു. നമസ്കാരം, നോമ്പ്, സക്കാത്ത് അങ്ങനെ നിർബന്ധമല്ല എന്ന് നിഷേധിക്കുക. അതുപോലെ തന്നെ പ്രാഥമികമായി അറിയപ്പെട്ട ഹറാമായ, വിലക്കപ്പെട്ട ഒരു ഹറാമല്ല, അത് ഹലാലാണ് എന്ന് വാദിക്കുക. കള്ളു കുടിക്കുക, വിചരിക്കുക എന്നതുപോലെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ ഇക്കാര്യങ്ങൾ കൊണ്ട് കാഫർ മുശ്രിക്കുമായി തീരും, കാഫറായി തീരും. അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടാനോ ഹജ്ജ് ചെയ്യാനോ സദഖ ചെയ്യാനോ പാടില്ല എന്ന് വിശദീകരിച്ചതിന് ശേഷമാണ് ശൈഖ് പറയുന്നത്. അപ്പോ ഒരു അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് മാത്രമല്ല, കാഫറായി പോകുന്ന വേറൊരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് ശൈഖ് പറയാണ്, ഈ ആളുകൾ, ഇത്തരം ശിർക്കോ കുഫ്രോ ചെയ്യുന്നവർ മുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കുകയും ഖുർആൻ കേൾക്കുകയും മുസ്ലിങ്ങളെ കാണുകയും അവരുടെ പ്രവർത്തനങ്ങൾ കാണുകയും ചെയ്യുന്ന കാലത്തോളം ഹാദാ ഗൈറു മഅ്ദൂർ, അങ്ങനെ ജീവിക്കുന്ന ഒരുത്തവൻ ഉദ്ർ നൽകപ്പെടാവതല്ല. അപ്പോ ഇത്തരം മുസ്ലിങ്ങൾക്കിടയിൽ ജീവിച്ച് മുസ്ലിങ്ങളെ കണ്ട് മുസ്ലിങ്ങളുടെ കർമ്മങ്ങൾ കണ്ട് ജീവിക്കുന്ന ഖുർആൻ കേൾക്കുന്ന ഒരുത്തൻ ഇത്തരം കുഫ്രോ ശിർക്കോ ചെയ്താൽ അവന് ഉദ്ർ ലഭിക്കുകയില്ല. അയാൾക്ക് വിവരല്ല. അതുകൊണ്ട് അയാളെ കുറ്റം പറയാൻ പറ്റൂല. അവരുടെ പാപം പൊറുക്കപ്പെടും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാൻ പാടില്ല. കാരണം എന്താ? അവർക്ക് ഖുർആൻ എത്തിക്കഴിഞ്ഞു. അത് ഖാമത്ത് അലൈഹിൽ ഹുജ്ജ, അവരുടെ മേൽ ഹുജ്ജത്ത് സ്ഥാപിതമായി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഹുജ്ജത്ത് സ്ഥാപിതമാകാനുള്ള കാരണം? അള്ളാഹുവിന്റെ തെളിവ്, ന്യായം ഒരാൾക്ക് ബോധ്യപ്പെടുക എന്നത് എപ്പോഴാണ്? ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, അയാളുടെ ഹൃദയത്തിൽ കൊണ്ടുപോയി പോസ്റ്റർ ഒട്ടിക്കണമോ, ഒരു നോട്ടീസ് അവിടെ കൊടുക്കണോ? അയാളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ബോധ്യപ്പെടേണ്ടതുണ്ടോ? അതല്ല, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന വിവരം അയാൾക്ക് അറിയാവുന്ന ഭാഷയിലോ ആംഗ്യത്തിലോ അയാൾക്ക് അറിയിച്ചു കൊടുത്താൽ മതിയോ? അത്രേ ഉള്ളൂ. പറഞ്ഞെടുക്കുക, പറയണ കാര്യം അയാൾക്ക് ഇന്നതാണ് പറഞ്ഞത് എന്ന് മനസ്സിലാകുക. അത്ര ഉണ്ടായാൽ ഹുജ്ജത്ത് സ്ഥാപിതമായി. അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ കാണുകയോ കേൾക്കുകയോ ഇടയിൽ ജീവിക്കുകയോ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞത്. അവർക്ക് അതോടുകൂടി ഹുജ്ജത്ത് സ്ഥാപിതമായിരിക്കുന്നു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ഖുർആൻ എന്തിനാണ്? ലിഉൻദിറകും ബിഹി വമൻ ബലഗ്, സൂറത്തുൽ അൻആമിലെ 19-ാമത്തെ ആയത്ത്. ഖുർആൻ, ആ ഖുർആൻ കൊണ്ട് നിങ്ങളെ ഞാൻ താക്കീത് ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് ഖുർആൻ നൽകപ്പെട്ടത്. വമൻ ബലഗ, ഖുർആൻ എത്തിയ ആളുകൾക്കും. അപ്പോ ഖുർആൻ ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ഖുർആനെ സംബന്ധിച്ചുള്ള വിവരം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഹുജ്ജത്ത് എത്തിക്കഴിഞ്ഞു. പഠിക്കേണ്ടത് അയാളുടെ ബാധ്യതയാണ്. മൻ ബലഗഹുൽ ഖുർആൻ, ഖുർആൻ ഒരാൾക്ക് എത്തിക്കഴിഞ്ഞാൽ ഫഖദ് ഖാമത്ത് അലൈഹിൽ ഹുജ്ജത്തു, അവന്റെ മേൽ ഹുജ്ജത്ത് സ്ഥാപിതമായി കഴിഞ്ഞു. സൂറത്ത് ഇബ്രാഹിമിലെ 52-ാമത്തെ ആയത്ത്, ഹാദാ ബലാഗുൽ ലിന്നാസ്, ഖുർആൻ എന്ന് പറയുന്നത് ജനങ്ങൾക്കുള്ള, ക്രിസ്ത്യൻകാർക്ക് മാത്രമല്ല, കേന്നമാർക്ക് മാത്രമല്ല, സംഘടനകളുള്ളവർക്കും അല്ലെങ്കിൽ ഇല്ലാത്തവർക്കും അല്ല, ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ജനങ്ങൾക്കുള്ള ബലാഗാണ്. ബലാഗ് എന്ന് പറഞ്ഞാൽ എത്തിക്കൽ, ജനങ്ങൾക്കുള്ള അള്ളാഹുവിൽ നിന്നുള്ള എത്തിക്കൽ, സന്ദേശം അറിയിക്കലാണിത്. അപ്പൊ അള്ളാഹു ഹുജ്ജത്ത് ഖുർആൻ അവതരിപ്പിച്ചതോടുകൂടി സ്ഥാപിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു ഖുർആൻ ഉണ്ട്, മുഹമ്മദ് എന്നൊരു പ്രവാചകൻ വന്നിട്ടുണ്ട്, ഇസ്ലാം എന്നൊരു ദീനുണ്ട് എന്നൊരുത്തൻ കേട്ടാൽ അവൻ ഹുജ്ജത്ത് സ്ഥാപിതമായി. ബാക്കി അന്വേഷിക്കലും പഠിക്കലും അവന്റെ വ്യക്തിപരമായ ബാധ്യതയാണ്. എന്നതിന് ശേഷം ശൈഖ് വീണ്ടും വിശദീകരിക്കാൻ, എന്നാൽ ഇവൻ ആര്? മുസ്ലിങ്ങൾക്കിടയിൽ
ജീവിച്ച് എന്നിട്ട് ശിർക്ക് വിട്ട് ഇസ്ലാമിലേക്ക് വരാതെ അല്ലെങ്കിൽ തൗഹീദ് മനസ്സിലാക്കാത്ത ഒരുത്തൻ അവൻ ആ സ്വന്തം ബാധ്യതയായി അവൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ അന്നഹു മുഅ്രിദ്, ഖുർആൻ ലഭിച്ചിട്ടും അത് കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യാത്തവൻ അവൻ അതിനെ അവഗണിച്ചവനാണ്. അവൻ പഠിച്ചില്ല, അവൻ ചോദിച്ചില്ല. അതുകൊണ്ട് തന്നെ അവന്റെ കാര്യം അള്ളാഹുവിലേക്ക് വിട്ടേക്കുക. ലാക്കിൻ ഹാദാ ഹുക്മുഹു ഫിദ്ദുനിയ. അപ്പോ മുസ്ലിങ്ങൾക്കിടയിൽ ജീവിച്ച് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കണമെന്ന് തന്നല്ല. ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുന്നു, ഖുർആനെ കേൾക്കുന്നു, മുഹമ്മദിനെ നബിയെ കേൾക്കുന്നു, എന്നിട്ട് അതന്വേഷിച്ച് പഠിക്കാത്ത ഒരുത്തന്റെ കാര്യം അള്ളാഹുവിലേക്ക് വിട്ടേക്കുക. പക്ഷേ ദുനിയാവിൽ അവന്റെ വിധി ഇതാണ്. അവന്റെ വിധി ഇതാണെന്ന് പറഞ്ഞാൽ അവന് വേണ്ടി പൊറുക്കലിനെ തേടാൻ പാടില്ല, അവനെ മുസ്ലിമായി പരിഗണിക്കാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ബദറിലും അല്ലാത്ത യുദ്ധങ്ങളിലും ഇനി അല്ലാതെ മക്കയിലുമൊക്കെ മരിച്ച മക്കയിലെ ഖുറൈശി കുഫാറുകളിൽ അധിക പേരെ പോലെയും ഇന്നത്തെ കാഫറുകളിൽ ജൂതക്രിസ്ത്യാനികളിൽപ്പെട്ട ഇന്നത്തെ കാഫറുകളെ പോലെ എല്ലാവരും ജാഹിലുകളാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവരൊക്കെ ജാഹിലുകളാണ്. അപ്പോ സമസ്തക്കാർക്ക് മാത്രമല്ല ജഹിലിന്റെ ഉതിറുള്ളത്, മറിച്ച് ഇവരൊക്കെ ജാഹിലീകളാണ്. പക്ഷെ ഇവർക്ക് ഉതിറുണ്ടോ? ഇല്ല. അപ്പോ ജൂത ക്രിസ്ത്യാനികളിലും അല്ലാത്തവരിലും പെട്ട കാഫറുകൾക്കും നബിയുടെ കാലഘട്ടത്തിൽ മക്കയിൽ മരിച്ചുപോയ കാഫറുകൾക്കും കൊല്ലപ്പെട്ട കാഫറുകൾക്കും അവർക്കൊക്കെ ജഹിലുണ്ട്, ജാഹിലുകളാണ്. പക്ഷെ അവർക്ക് ഉതിറില്ല. എന്താ കാരണം? ലാക്കിൻ ലിമാ റളു ബിമാഹും അലൈഹി. അവർ ഏതൊരു നിലപാടിലാണോ വിശ്വാസത്തിലാണോ നിലകൊണ്ടിരുന്നത് അതിൽ അവർ തൃപ്തിപ്പെട്ട് അതിൽ തന്നെ ഒതുങ്ങി നിന്നു. വലം യൻഖാദു ലിമാ ബഅസല്ലാഹു ബിഹി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതൊരു സന്ദേശവുമായി അള്ളാഹു നിയോഗിച്ചുവോ അതിനവർ കീഴ്പ്പെട്ടില്ല. വലം യൽതഫിതു ഇലൈഹി, അതിലേക്ക് അവർ തിരിഞ്ഞു നോക്കിയില്ല. അതിനാൽ സ്വാറു കുഫാറൻ, അവർ കാഫറുകളായി മാറി. അപ്പോ കേരളത്തിൽ വമ്പിച്ച തൗഹീദി പ്രബോധനം നടത്തുന്ന വീട് വീടാന്തരം ലഘുലേഖകൾ വിതരണം ചെയ്തു, 10,000 വിതരണം ചെയ്തു. ഒരു ദിവസം 10,000, മറ്റൊരു ദിവസം 70,000, മറ്റൊരു ദിവസം 62,000 എന്നിങ്ങനെ കണക്ക് കൊടുത്ത് ദഅവത്തെത്തിച്ച അവകാശവാദം ഉന്നയിക്കുന്ന ഫൈസൽ മുസ്ലിയാർക്കും ഫൈസൽ മുസ്ലിയാരുടെ സംഘടനക്കും എങ്ങനെയാണ് ഇവർ കുതിറുണ്ട് എന്ന് പറയാൻ കഴിയുക? ഇതാണ് ഇബ്നു ബാസിന്റെ മറുപടി.